സിദ്ധാർത്ഥ് മൽഹോത്രയും ജാൻവി കപൂറും മുഖ്യവേഷങ്ങളിലെത്തുന്ന പരംസുന്ദരി എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയതു മുതൽ വിമർശനങ്ങളും ട്രോളുകളും ഏറ്റുവാങ്ങുകയാണ്. ഉത്തരേന്ത്യക്കാരനായ യുവാവും മലയാളിയായ യുവതിയും തമ്മിലുള്ള പ്രണയവും ഇതിനിടയിൽ വരുന്ന സംഘർഷങ്ങളുമെല്ലാമാണ് ചിത്രം പറയുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ടീസർ സൂചന നൽകുന്നത്. മലയാളി പെൺകുട്ടിയായുള്ള ജാൻവിയുടെ പ്രകടനം അത്ര പോരെ എന്നാണ് വിമർശനം. ചെന്നൈ എക്സ്പ്രസിലെ മീനമ്മയ്ക്കും കേരള സ്റ്റോറിയിലെ ശാലിനി ഉണ്ണികൃഷ്ണനും ഒത്ത എതിരാളിയാകും ഈ സിനിമയിലെ ജാൻവിയുടെ സുന്ദരി എന്നാണ് മറ്റൊരു വിഭാഗം അഭിപ്രായപ്പെടുന്നത്. തുഷാർ ജലേട്ട സംവിധാനം ചെയ്യുന്ന പരംസുന്ദരിയിലെ ജാൻവിയുടെ കഥാപാത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം നേരിട്ടത്. ഇപ്പോൾ പരംസുന്ദരി കൂടുതൽ വിവാദങ്ങളിലേക്ക് ചെന്ന് ചാടിയിരിക്കുകയാണ്. ട്രെയിലറിലെ ജാൻവിയുടെ കഥാപാത്രം മലയാളം സംസാരിക്കുന്ന രീതിയെ വിമർശിച്ച കൂടുതൽ വ്ളോഗർമാരുടെയും കണ്ടന്റ് ക്രിയേറ്റർമാരുടെയും വീഡിയോകൾ നീക്കം ചെയ്തിരിക്കുകയാണ്. നടി കൂടിയായ പവിത്ര മേനോന് പിന്നാലെ വേദാംഗി എന്ന കണ്ടന്റ് ക്രിയേറ്ററും പരംസുന്ദരിയുടെ നിർമ്മാതാക്കൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. പരംസുന്ദരിയുടെ ട്രെയിലർ വിമർശിച്ചതിനു ശേഷം തന്റെ വീഡിയോയും നീക്കം ചെയ്യപ്പെട്ടുവെന്ന് വേദാംഗി ആരോപിച്ചു. ഈ സിനിമയുടെ പിന്നിലുള്ള ടീം എല്ലാ മലയാളി ക്രിയേറ്റർമാരെയും നിശബ്ദരാക്കുകയാണ്. നിരവധി ക്രിയേറ്റർമാർ ഇതിനെപ്പറ്റി പരാതിപ്പെടുന്നുമുണ്ട്. പരംസുന്ദരിയിൽ ജാൻവി സംസാരിക്കുന്ന മലയാളത്തെ വിമർശിച്ചുകൊണ്ടാണ് നേരത്തെ പവിത്ര മേനോനും വീഡിയോ ചെയ്തത്. ഒരു മലയാളി നടിയെ അഭിനയിപ്പിക്കുന്നതിൽ എന്താണ് പ്രശ്നം? ഞങ്ങൾക്ക് കഴിവ് കുറവാണോ? കേരളത്തിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല. ഞങ്ങൾ എല്ലായിടത്തും മുല്ലപ്പൂ ചൂടുകയോ ഓഫീസുകളിലും വീടുകളിലും മോഹിനിയാട്ടം കളിക്കുകയോ ചെയ്യുന്നില്ല. ഉച്ചാരണത്തിൽ ചലച്ചിത്ര പ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം എന്നതിന് പകരം ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാലും ഞങ്ങൾ സന്തോഷവാന്മാരായിരിക്കും എന്നും വീഡിയോയിൽ പവിത്ര പറഞ്ഞിരുന്നു. ഇതാണ് പിന്നീട് നീക്കം ചെയ്തത്. നിരവധി ഇൻഫ്ലുവൻസേഴ്സ് ചിത്രത്തിലെ ചില ദൃശ്യങ്ങൾ ഉപയോഗിച്ച് നടത്തിയ വിമർശനാത്മകമായ വീഡിയോകൾക്കാണ് കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ. സിനിമയിലെ മലയാളി കഥാപാത്രത്തെക്കുറിച്ചുള്ള അശാസ്ത്രീയമായ ചിത്രീകരണം, ഉച്ചാരണത്തിലെ പ്രശ്നങ്ങൾ, ശരീരഭാഷയിലെ അപാകതകൾ എന്നിവയെല്ലാം ചൂണ്ടിക്കാട്ടി ഇവർ വീഡിയോകൾ ചെയ്തിരുന്നു. എന്നാൽ സിനിമയുടെ ക്ലിപ്പുകൾ ഉപയോഗിച്ചുവെന്ന് ആരോപിച്ച് അണിയറ പ്രവർത്തകർ നൽകിയ പരാതിന്മേൽ സോഷ്യൽ മീഡിയയിൽ അവ കോപ്പിറൈറ്റ് സ്ട്രൈക്കിനു വിധേയമാവുകയായിരുന്നു. സിനിമയെ വിമർശിച്ച് വീഡിയോകൾ ചെയ്ത യൂട്യൂബർമാർക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കും ഇതിനെതിരെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നൽകിയത്. ബോളിവുഡ് കേരള സംസ്കാരത്തെ തെറ്റായി ചിത്രീകരിക്കുകയും സ്റ്റീരിയോടൈപ്പ് ചെയ്യുകയും ചെയ്യുന്നുവെന്ന് ആരോപിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ബോളിവുഡിൽ അരങ്ങേറുന്ന ആദ്യ സംഭവമല്ല ഇത്. സെറ്റ് സാരി, തലയിൽ മുല്ലപ്പൂവ്, 3 നേരവും ഇലയിൽ ഭക്ഷണം കഴിക്കൽ. ബോളിവുഡ് സിനിമകളിൽ കാലങ്ങളായി സൗത്ത് ഇന്ത്യയെ ചിത്രീകരിക്കുന്ന രീതി ഇങ്ങനെയാണ്. കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക എന്നിങ്ങനെ സൗത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും ഒരേ തരത്തിൽ ചിത്രീകരിക്കുന്ന ബോളിവുഡിന്റെ ടൈപ്പ് കാസ്റ്റിങ്ങിനെതിരെ നേരത്തെ നിരവധി വിമർശനങ്ങൾ വന്നിരുന്നു. ഏറ്റവും ഒടുവിൽ സുദീപ് സോസൻ സംവിധാനം ചെയ്ത കേരള സ്റ്റോറിയിലും കേരളത്തെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചതും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സൗത്ത് ഇന്ത്യൻ സംസ്കാരത്തെ തെറ്റായ രീതിയിൽ പോർട്രേറ്റ് ചെയ്ത് സിനിമകൾ എടുക്കുന്നത് ബോളിവുഡിലെ ഒരു ട്രെൻഡാക്കിയിരിക്കുകയാണ്. തെറ്റായ രീതിയിൽ ഒരു സംസ്കാരത്തെ പോർട്രേറ്റ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ പ്രേക്ഷകർക്കുള്ള അവകാശത്തെ അണിയറ പ്രവർത്തകർ മറക്കരുതേ. കൂടാതെ ഒരു സിനിമയെക്കുറിച്ചുള്ള സംവാദങ്ങൾ ഒരു ജനാധിപത്യപരമായ ഇടമായി കണക്കാക്കണം.